നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂർവാധിക്യം ശക്തിയോടെ തിരിച്ചു വരാമെന്ന ആത്മവിശ്വാസത്തിൽ തിരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങിയ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയുണ്ടായിക്കൊണ്ടിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ മുതിർന്ന നേതാക്കൾ പലരും പാർട്ടി വിട്ടു പോകുന്നു എന്നുള്ളതാണ് സൂചന. തദ്ദേശ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കൊല്ലം ജില്ലാ കോൺഗ്രസിൽ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇരവിപുരം മണ്ഡലം പ്രസിഡന്റ് മണക്കാട് സലീം, എഴുകോൺ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് രതീഷ് എന്നിവരാണ് നിലവിൽ പാർട്ടി വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് സൂചന. പാർട്ടി വിട്ട രതീഷ് CPM-ൽ ചേർന്നു എന്നതും കോൺഗ്രസിന് തിരിച്ചടിയാണ്. കൊല്ലൂർ വിള സീറ്റിൽ പ്രവർത്തകർക്കിടയിൽ ഭിന്നതയുണ്ടായി. ഇതേ തുടർന്നാണ് രാജി എന്നാണ് വിവരം. സീറ്റ് നിർണയത്തിൽ KSUവിനും നിലവിലത്തെ സാഹചര്യത്തിൽ അതൃപ്തിയുണ്ട്. പിന്നാലെ കൊല്ലം DCCക്ക് മുൻപിൽ പ്രതിഷേധവുമായിട്ട് KSU രംഗത്ത് വരുന്നതും ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യത. KSU ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കറിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. KSUവിന് അർഹമായ പ്രാതിനിധ്യം നൽകിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിൽ യൂത്ത് കോൺഗ്രസും അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തി. യുവാക്കളെ പരിഗണിക്കുമെന്ന് സർക്കുലർ ഉണ്ടായിരുന്നെങ്കിലും നടപ്പിലായില്ല എന്നാണ് അവർ പറയുന്നത്. 50% സീറ്റുകൾ ചെറുപ്പക്കാർക്ക് മാറ്റിവെക്കാമെന്നത് AICC നിലപാടുണ്ടായിരുന്നു. നേതൃത്വം ഭൂതകാലം മറന്നുവെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് പറഞ്ഞു. സാധാരണഗതിയിലുള്ളതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഈ തവണ മൂന്ന് മുന്നണികളും പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് യൂത്തിന് മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ്. യൂത്തിന് മുൻഗണന കൊടുത്ത് തിരഞ്ഞെടുപ്പിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇത്തവണ ഒരു പോസിറ്റീവ് റിസൾട്ട് നൽകും എന്നുള്ളതാണ് മൂന്ന് മുന്നണികളും കരുതുന്നത്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ കോൺഗ്രസിന്റെ ആ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കണ്ണിയായി മാറിക്കഴിഞ്ഞു. അതേ സാഹചര്യത്തിൽ ഷാഫിക്കും രാഹുലിനും കിട്ടിയിട്ടുള്ള സ്വീകാര്യത ജനങ്ങൾ ഇനിയൊരു യൂത്തിന് അവസരം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നതെന്നും അതുകൊണ്ട് തന്നെ കോൺഗ്രസ് തീർച്ചയായിട്ടും യൂത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നതെങ്കിലും ആ ഒരു തീരുമാനം, ആ ഒരു തന്ത്രം ഇപ്പോൾ കോൺഗ്രസ് കൃത്യമായിട്ട് പ്രവർത്തിപ്പിച്ചിട്ടുണ്ടോ എന്നതിൽ സംശയമുണ്ട്. എന്തായാലും കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള വിയോജിപ്പുകൾ കൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന സൂചന. കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും തിരിച്ച് ഭരണത്തിലെത്തിക്കുക എന്നുള്ള ശ്രമങ്ങളാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നടത്താൻ ശ്രമിക്കുന്നതെങ്കിലും പാർട്ടിക്കുള്ളിലുള്ള ഈ പൊട്ടിത്തെറികൾ അത് തിരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ ബാധിച്ചേക്കും. യുവാക്കളെ പരിഗണിക്കുമെന്ന് സർക്കുലർ ഉണ്ടായിട്ടും കോൺഗ്രസ് അത് പരിഗണിക്കാതിരുന്നതിന്റെ അതൃപ്തി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനുണ്ട്. യുവാക്കളെ പരിഗണിക്കുമെന്ന് സർക്കുലർ ഉണ്ടായിരുന്നിട്ടും നടപ്പിലാക്കിയില്ല. 50% സീറ്റുകൾ ചെറുപ്പക്കാർക്ക് മാറ്റിവെക്കണമെന്ന് AICC നിലപാടുണ്ടായിട്ടും അത് നടപ്പിലായില്ല. നേതൃത്വം ഭൂതകാലം മറന്നു എന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിന് അർഹിക്കുന്ന സ്ഥാനം ലഭിച്ചില്ലെന്നാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ OJ ജനീഷ് പറയുന്നത്. കോൺഗ്രസ് മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ യൂത്ത് കോൺഗ്രസിന് പരിഗണിക്കാനുള്ള സാഹചര്യമുണ്ട്. പട്ടിക സമർപ്പിച്ചിട്ടും വേണ്ട രീതിയിലുള്ള പരിഗണന പക്ഷേ ലഭിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി 30 വർഷം പുറകെ നിൽക്കുകയാണ് എന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ വ്യക്തമാക്കി. സ്ഥാനാർത്ഥി നിർണയത്തിൽ പരാതികൾ ഉയർന്നു വരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. വരും ദിവസങ്ങളിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. KPCC നേതൃത്വം ഭൂതകാലം മറക്കുന്നു. 21,000 സീറ്റുകളിൽ പരിഗണിച്ച യൂത്ത് കോൺഗ്രസുകാരുടെ എണ്ണം KPCC പരിശോധിക്കേണ്ടതാണ്. പാർട്ടി താഴെ തലത്തിൽ നിർദ്ദേശം നൽകിയെന്നാണ് അറിയുന്നത്. എന്നാൽ നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും OJ ജനീഷ് പറഞ്ഞു. കേരളത്തിലെ യുവസമൂഹത്തിന് കൊടുക്കേണ്ട പരിഗണന സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് OJ ജനീഷ് അഭിപ്രായപ്പെട്ടു. പാർട്ടി ഇന്നുവരെ ജയിച്ചിട്ടില്ലാത്ത വാർഡിലാണ് താൻ വ്യക്തിപരമായി മത്സരിക്കുന്നത്. പാർട്ടി ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകളിലും പരിഗണിക്കണം. പല സ്ഥലങ്ങളിലും അപ്രതീക്ഷിതമായ വിജയം നേടാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് സാധിക്കുമെന്നും OJ ജനീഷ് പറഞ്ഞു. എന്തായാലും തിരഞ്ഞെടുപ്പ് ചിത്രം അത് തെളിഞ്ഞതോടെ മത്സരയോട്ടത്തിലേക്ക് മൂന്ന് മുന്നണികളും എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഏറ്റവും വലിയ രീതിയിൽ ആശങ്കയായിട്ട് കോൺഗ്രസിന് മാറുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം തന്നെയാണ്. കൊല്ലത്തെ മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെയാണ് പാർട്ടി വിട്ടു പോകുന്നു എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. എന്തായാലും കൊല്ലത്തെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ വലിയ രീതിയിലുള്ള ഒരു മത്സരം തന്നെ ഉണ്ടാകും എന്നുള്ള നിഗമനത്തിലേക്ക് രാഷ്ട്രീയ നിരീക്ഷകർ എത്തിയിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക
പത്രിക സമർപ്പണം തുടങ്ങവേ കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികൾ എത്തുകയും വലിയ രീതിയിൽ ആവേശമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇടതുമുന്നണി 54 സ്ഥാനാർത്ഥികളെയാണ് ആദ്യം പ്രഖ്യാപിച്ചത്. UDF 54 ഡിവിഷനിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയിരുന്നു. കോർപ്പറേഷനിൽ BJP കഴിഞ്ഞ ദിവസം 15 സ്ഥാനാർത്ഥികളെ കൂടെയാണ് പ്രഖ്യാപിച്ചത്. ഇതോടുകൂടെ 36 ഡിവിഷനിലെ സ്ഥാനാർത്ഥികളായി മാറി എന്നതായിരുന്നു ആദ്യ ദിനങ്ങളിൽ പുറത്തുവന്ന റിപ്പോർട്ട്. ജില്ലാ പഞ്ചായത്തിൽ 5 ഡിവിഷനിലും 5 ബ്ലോക്ക് പഞ്ചായത്തുകളിലുമായിട്ട് 24 ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യം തന്നെ കോൺഗ്രസ് രംഗത്തേക്കെത്തി. LDF-ഉം UDF-ഉം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ചിരുന്നില്ല. എന്തായാലും കോർപ്പറേഷനിൽ CPM 36, CPI 17, ജനതാദൾ, കേരള കോൺഗ്രസ് B അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കുമുള്ള സീറ്റ് പ്രഖ്യാപനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പറയുന്നത് പോലെ കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കന്മാർ പാർട്ടി വിടാനുള്ള തീരുമാനം, കോൺഗ്രസിന്റെ അകത്തൊരു പൊട്ടിത്തെറി എന്നിവ ഉണ്ടായിരിക്കുന്നത്.